ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിക്ടോറിയൻ ഏജില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റ് നോവലാണ് ഒലിവർ ട്വിസ്റ്റ്, റിട്ടേൺ ബൈ ചാൾസ് ഡിക്കൻ. ഇത് 1837 to 1839 പീരീഡിൽ പബ്ലിഷ് ചെയ്തൊരു നോവലാണ്. UGC നെറ്റ് ഇംഗ്ലീഷ് സിലബസിൽ വിക്ടോറിയൻ ലിറ്ററേച്ചർ സെക്ഷനിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണിത്. ഈ ഒരു നോവലില് ചാൾസ് ഡിക്കൻ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? പുവർ ലോ സിസ്റ്റം ആൻഡ് വർക്ക് ഹൗസ് ക്രുവാലിറ്റി, ചൈൽഡ് ലേബർ, ലണ്ടനിലെ അർബൻ ക്രൈം. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽ സ്റ്റോറി. സോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു പാരിഷ് വർക്ക് ഹൗസിലാണ്. ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു പുവർ വുമൺ ഒരു മെയിൽ ചൈൽഡിന് ബർത്ത് ചെയ്യുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വുമൺ മരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ ജനിച്ച ഒരു കുട്ടിയാണ്, ആ ബേബിനെയാണ് നമ്മൾ ഒലിവർ ട്വിസ്റ്റ് എന്ന് നെയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വർക്ക് ഹൗസ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ പ്രിസണേഴ്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെയൊക്കെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പട്ടിണിയിലാണ് ജീവിക്കുന്നത്. സോ ഇതിലുള്ള ഒരു ഫേമസ് സീനാണ് ഒലിവർ സേസ്, പ്ലീസ് സാർ ഐ വോണ്ട് സം മോർ. അതായത് ഫുഡ്, മിനിമം ഫുഡ് മാത്രമാണ് ഈ ഒരു കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ലൈനാണ് ഒലിവർ സേസ് പ്ലീസ് സാർ ഐ വോണ്ട് സം മോർ. അതായത് ഫുഡിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഹിപ്പോക്രസി എക്സ്പോസ് ചെയ്യുന്ന ഒരു പവർഫുൾ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ആണ്. സോ ബോർഡ് മെമ്പേഴ്സ് ഒലിവറിനെ പണിഷ് ചെയ്യുന്നു ബിക്കോസ് ഹി ഡിമാൻഡഡ് മോർ ഫുഡ്. സോ ഇവിടെ ഡിക്കൻസ് സെറ്റയർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റർ ഒലിവറിനൊരു അണ്ടർടേക്കർ വരുവാണ്. മിസ്റ്റർ സോവർബറിയുടെ അപ്രന്റൈസ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഒലിവർ. അവിടെയും ഒലിവർ ഇൻസൾട്ട് ആൻഡ് അബ്യൂസ് ഫേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഈ ഒലിവർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇതൊക്കെ വിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആൻഡ് ഒലിവർ ലണ്ടനിലേക്കാണ് നടന്നു പോകുന്നത്. ഹീസ് ഹംഗ്രി, ടയേർഡ് ആൻഡ് അലോൺ. സോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഫൺ ആയിട്ടുള്ള ഒരു ചൈൽഡിന്റെ ഹെൽപ്ലെസ്നെസ് ഡിപ്പിക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ പോർഷൻ ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ ഒലിവർ ലണ്ടനിൽ എത്തുവാണ്. ലണ്ടനിൽ വെച്ച് ഫഗീൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ലീഡ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ഗ്യാങ്ങിനെ ഒലിവർ മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫഗീൻ ഹോംലെസ് ബോയ് ആണ്. സോ ഈ ഫഗീൻ എന്താണ് ചെയ്യുന്നത്? ഈ പിക് പോക്കറ്റ് അടിക്കാനൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ആരും ഇല്ലാത്ത ഓർഫൺ കിഡ്സിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. സോ അതിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ആർട്ട്ഫുൾ ഡോഗർ എന്നുള്ളത്. ഹിസ് എ വെരി ക്ലവർ തീഫ്. ദെൻ ബിൽ സിക്സ്, വയലന്റ് ക്രിമിനൽ ആണ് ഈ ഒരു ബിൽ സിക്സ് എന്ന് പറയുന്നത്. ആൻഡ് നാൻസി, ഇമോഷണലി കോംപ്ലക്സ് ക്യാരക്ടർ ആണ് നാൻസിയുടേത്. സോ ഒലിവർ മാത്രമാണ് അവിടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ളത്. അവൻ റിയൽ ക്രൈം ഒന്നും ചെയ്യുന്നില്ല. വൺ ഡേ ഡോഗർ ആൻഡ് അതർ ബോയ് ഒരു ജെന്റിൽമാന്റെ പിക് പോക്കറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ജെന്റിൽമാൻസ് നെയിം ഈസ് ബ്രൗൺലോ. ഓക്കെ, മിസ്റ്റർ ബ്രൗൺലോ. സോ ഒലിവർ, ഇവർ രണ്ടാളും കൂടെ ഓടിപ്പോവാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഒലിവർ ആണ് അവിടെ, ഹീസ് ബീങ് ഫാൾസ്ലി അക്യൂസ്ഡ്. ലേറ്റർ കോർട്ടില് ട്രൂത്ത് റിവീൽ ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ബ്രൗൺലോ എന്ത് ചെയ്യാണ്? ഒലിവറിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആൻഡ് ഫഗീനും സിക്സും ഒലിവറിനെ ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പോലീസിനെ ഇൻഫോം ചെയ്യുമെന്ന് എന്താണ് പറയുക, ഇവയ്ക്കൊരു ഭയമുണ്ട്. സോ ദേ കിഡ്നാപ്ഡ് ഹിം. ഈ ബിൽ സിക്സ് ഒലിവറിനെ ഒരു ബർഗ്ലറിക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആൻഡ് ബിറ്റ്വീൻ ദാറ്റ് റോബറി ഈ ഒരു ഒലിവറിനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ ഒരു ഹൗസ് ഓണർ ഒലിവറിന്റെ ഇന്നസെൻസ് മനസ്സിലാക്കുന്നു. ഇത് നോവലില് ഗുഡ് വേഴ്സസ് ഒരു ഇവിൾ കോൺട്രാസ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ നാൻസി ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവള് ക്രിമിനൽ വേൾഡിലാണ് ജീവിക്കുന്നത്. ബട്ട് ഹാർട്ട്, നാൻസിയുടെ ഹൃദയം നല്ലതായിരുന്നു. അവള് സീക്രട്ട്ലി മിസ്റ്റർ ബ്രോൺവെല്ലിനെ മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒലിവറിന്റെ റിയൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നു. ബട്ട് സിക്സ് എന്താണ്, ബിൽ സിക്സ് ഇത് അറിഞ്ഞപ്പോ നാൻസിയെ മർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വിക്ടോറിയൻ ലിറ്ററേച്ചറിൽ വൺ ഓഫ് ദ മോസ്റ്റ് ട്രാജിക് സീൻ ആണ്. ബട്ട് ലേറ്റർ ഈ സിക്സിന് ഗിൽട്ടും ഭയം ഒക്കെ വന്നിട്ട് ഹീസ് ഫൈനലി ഡൈയിങ്. സോ ഫെഗീൻ അറസ്റ്റഡ് ആവുന്നു ആൻഡ് ഹീസ് ലേറ്റർ എക്സിക്യൂട്ടഡ്. സോ മിസ്റ്റർ ബ്രൗൺവെൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ഒലിവറിന്റെ എന്താണ് പറയാ പാരന്റ്സിനെ കുറിച്ചിട്ടൊക്കെ. അങ്ങനെ ഒലിവർ ബിലോങ്സ് ടു എ റെസ്പെക്ടബിൾ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് റിവീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് ഫാദർ ഹാസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ഇഷ്യൂ. ഫൈനലി എന്താണ്, ട്രൂത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഒലിവറിനെ എന്താണ് ഈ മിസ്റ്റർ ബ്രോൺവെൽ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒലിവേഴ്സിന് ഒരു സെക്യൂർ ലവിങ് ഫാമിലി കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിലി എൻഡിങ് നോവലാണ്. സോ ഇതിലുള്ള മേജർ തീംസ് എന്തൊക്കെയാണ്?
സോഷ്യൽ ക്രിറ്റിസിസം, അതായത് പോർ ലോ ആൻഡ് വർക്ക് ഹൗസ് സിസ്റ്റമിനെ ചാൾസ് ഡിക്കൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇസ് ഇന്നസെൻസ് വേഴ്സസ് കറപ്ഷൻ, അതായത് ഒലിവർ പ്യൂർ ഇന്നസെൻസും ആൻഡ് ഫെഗീൻ ആൻഡ് സിക്സ് എന്ന് പറയുന്നത് ദേ ഷോസ് ദ മോറൽ കറപ്ഷൻ സൈഡ്. ദെൻ ക്രൈം ആൻഡ് urban പോവേർട്ടി, ലണ്ടൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ പോവേർട്ടിയും ക്രൈമിനെയും കണക്ഷൻ കാണിക്കുന്നു. ദെൻ ഇസ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, ചിൽഡ്രൻസിനെ ക്രിമിനൽസ് ആക്കാനുള്ള സൊസൈറ്റി സിസ്റ്റം. ദെൻ മെലോ ഡ്രാമ ആൻഡ് സെന്റിമെന്റലിസം, ദാറ്റ് ഇസ് ഇമോഷണൽ സീൻ റീഡേഴ്സിനെ ഇമ്പാക്ട് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നു. സോ ഇതാണ് ഒലിവർ ട്വിസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമ്മറി. സോ നെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു നോവൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ആണ്. സോ അതിനു മുമ്പ് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.englishlegacyhub.com. സോ ഒരു പ്രോപ്പർ ഗൈഡൻസ്, ഒരു പ്രോപ്പർ സിലബസ് എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നിങ്ങളുടെ ഒരു നെറ്റ് ജേർണിയിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. താങ്ക് യു.